വയനാട് മുണ്ടക്കയിലെ ഉരുൾപൊട്ടലിൽ നിന്നും ഒലിച്ച് നിലമ്പൂർ ചാലിയാറിലൂടെ നിലമ്പൂരിലേക്ക് ഒലിച്ചെത്തിയ മൃതദേഹങ്ങൾ 10 മൃതദേഹങ്ങൾ ഇന്ന് വയനാട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഒരു CIയും അതുപോലെ തന്നെ ഒരു SIയുടെയും എസ്കോർട്ടോടു കൂടി 10 ആംബുലൻസുകളിലായിട്ടാണ് ആദ്യ ഘട്ടത്തിലുള്ള മൃതദേഹങ്ങൾ കൊണ്ടുപോയിട്ടുള്ളത്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഉച്ചയ്ക്ക് ഒരു 12 മണിയോടെ തന്നെ ആംബുലൻസുകളിലേക്ക് മൃതദേഹങ്ങൾ കയറ്റി തുടങ്ങിയിരുന്നു. 2:10 കൂടിയാണ് നിലമ്പൂരിൽ നിന്നും വയനാട് FHCയിൽ, അതായത് വയനാടുള്ള FHCയിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോയിട്ടുള്ളത്. എല്ലാ ശരീരങ്ങളും മേപ്പാടി CHCയിലേക്കാണ് മാറ്റുന്നത്. അതുപോലെ തന്നെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് തിരിച്ചറിയാനുള്ള സാഹചര്യം പരിഗണിച്ചാണ് എല്ലാ മൃതദേഹങ്ങളും ഉടൻ വയനാട്ടിലെത്തിക്കാൻ അധികൃതർ തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ആദ്യഘട്ടത്തിൽ 10 മൃതദേഹങ്ങൾ ഇവിടെ നിന്നും നിലമ്പൂരിൽ നിന്നും കൊണ്ടുപോയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി ഇതിനുശേഷം ഏകദേശം 40ഓളം മൃതദേഹങ്ങളാണ് ഇതേവരെ ഉച്ചയോടുകൂടി തന്നെ നിലമ്പൂർ മോർച്ചറിയിൽ എത്തിയിട്ടുള്ളത്. അതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ രാവിലെ 35ലധികം മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം രാവിലെ തന്നെ കഴിഞ്ഞിരുന്നു ഇന്നലെ ലഭിച്ചത്. ഇന്ന് രാവിലെ മുതൽ തന്നെ മൃതദേഹങ്ങൾ നിലമ്പൂർ മോർച്ചറിയിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. ഏതായാലും ആദ്യഘട്ടത്തിൽ നടപടികളെല്ലാം പൂർത്തീകരിച്ച മൃതദേഹങ്ങളാണ് ആദ്യഘട്ടത്തിൽ 10 പേരുടെ വയനാട് മാനന്തവാടിയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. ഏതായാലും തുടർന്ന് ബാക്കി വരുന്നവ അടുത്ത ഘട്ടത്തിലായി 10 മൃതദേഹങ്ങൾ അടുത്ത ഘട്ടത്തിലായി കൊണ്ടുപോകും. ഈ മൃതദേഹങ്ങളെല്ലാം കൊണ്ടുപോകാനുള്ള ആംബുലൻസുകളെല്ലാം നിലമ്പൂരിൽ സജ്ജമായിട്ടുണ്ട്. നിലമ്പൂരിലൂടെ ടൗണിലൂടെ ആംബുലൻസുകൾ മൃതദേഹവുമായി എത്തുന്നു. അതുപോലെ തന്നെ അവിടെ നിന്ന് നടപടികൾ പൂർത്തീകരിച്ച ശേഷം മൃതദേഹങ്ങൾ തിരിച്ച് ബന്ധുക്കൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി മാനന്തവാടിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഏതായാലും ഇതുവരെ 3 മൃതദേഹങ്ങളാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഇതിൽ ഒരു മൃതദേഹം നേരത്തെ തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഇതിൽ 2 കുട്ടിയുടെ മൃതദേഹമാണ് തിരിച്ചറിഞ്ഞത്. ഒരു മുതിർന്ന ആളുടേതുമാണ്. ഇവരുടെ മൃതദേഹങ്ങൾ നേരത്തെ കൊണ്ടുപോയിട്ടുണ്ട്. ഏതായാലും 10 മൃതദേഹങ്ങൾ ഇന്ന് നാടുകാണി ചുരം വഴിയാണ് മേപ്പാടിയിലേക്ക് എത്തിക്കുന്നത്. അതുപോലെ നിലമ്പൂർ നഗരസഭ ചെയർമാനും ഈ വാഹനത്തോടൊപ്പം അനുഗമിച്ചിട്ടുണ്ട്. മേപ്പാടിയിൽ ഈ മൃതദേഹങ്ങൾ കൈമാറിയ ശേഷം ഈ ആംബുലൻസുകൾ തിരിച്ചെത്തുകയും അതുപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള ജില്ലയുടെ പല ഭാഗത്തു നിന്നും ഒരു 40ലധികം ആംബുലൻസുകൾ ഈ മൃതദേഹങ്ങൾ മേപ്പാടിയിലേക്ക് കൊണ്ടുപോകാനായി നിലമ്പൂരിൽ എത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മൃതദേഹം ലഭിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ചാലിയാർ പുഴയുടെ മുണ്ടേരി വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ വനത്തിലടക്കം തെരച്ചിൽ തുടരുകയാണ്. ഇവിടെ നിന്നും കിട്ടുന്ന മൃതദേഹങ്ങളും അതുപോലെ തന്നെ മൃതദേഹ അവശിഷ്ടങ്ങളും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് അപ്പോൾ തന്നെ മാറ്റുന്നുമുണ്ട്. വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കം ഇവിടെ വേഗത്തിൽ പുരോഗമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫോറൻസിക് വിഭാഗവും എല്ലാ വിഭാഗങ്ങളും സജ്ജമായിട്ടുണ്ട്. ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിലാണ് മൃതദേഹങ്ങൾ നിലമ്പൂരിൽ നിന്നും മാനന്തവാടിയിലേക്ക് മാറ്റാനുള്ള നടപടികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. തുടർന്നും ഇനി ഒരു തരത്തിലുള്ള വൈകിപ്പിക്കലും നടത്താതെ നിലമ്പൂരിൽ നിന്നും ഉള്ള തിരിച്ചറിയാൻ കഴിയുന്ന മൃതദേഹങ്ങൾ എത്രയും വേഗം മാനന്തവാടിയിലേക്ക് എത്തിച്ച് ബന്ധുക്കൾക്ക് നൽകാനുള്ള നടപടികളാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.